അപ്പച്ചീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാരംഗോട്ടിലെ വിശേഷങ്ങളാണ്. നമ്മൾ ഇന്ന് ആക്ച്വലി യാത്ര ചെയ്യുന്നത് പൊഖ്ര 2 അല്ലെങ്കിൽ മുസ്താങ് വാലിയിലേക്കാണ്. പക്ഷേ ഓൺ ദ വേ സാരംഗോട്ടിലെ വിശേഷങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ശരിക്കുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊഖ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സാരംഗോട്ടിലെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ജോംസമിൽ എത്തിച്ചേരുക. ജോംസമിൽ നിന്ന് നമ്മൾ നേരെ അടുത്ത ദിവസം മുക്തിനാഥ് ടെമ്പിൾ കണ്ട് നമ്മൾ തിരിച്ചു വരിക. ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ പ്ലാൻ. പക്ഷേ നമ്മൾ എത്താൻ വൈകിയതുകൊണ്ട് ജോംസമിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ലേത്തെ എന്ന് പറയുന്ന വില്ലേജിലാണ് സ്റ്റേ ചെയ്തത്. പക്ഷേ ഇന്നത്തെ വീഡിയോ നമുക്ക് ബെയിനി വരെ ഉണ്ടാവുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത പോലെ നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാൻ പറ്റില്ല, അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് സൺറൈസ് എന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് മിസ്സാവുകയാണ് ചെയ്തത്. വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ മലനിരകൾ കാണാൻ വേണ്ടിയിട്ടാണ്, ആ പീക്സ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലും സാരംഗോട്ട് വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. യാത്ര ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൺറൈസ് ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കിട്ടുന്നത്. അതേസമയം നമ്മൾ ഈവനിങ് സൺസെറ്റിലേക്കാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും എൻജോയ് ചെയ്യാവുന്നതാണ്. പൊഖ്രയിൽ നിന്ന് സാരംഗോട്ടിലേക്ക് എത്താൻ 2 വഴികളാണുള്ളത്. ഒന്ന് നയാ ബസാർ റോഡും ഒന്ന് പൊഖ്ര ബഗ്ലുങ് ഹൈവേയും. ഈ പൊഖ്ര ബഗ്ലുങ് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ റോഡാണ്. അതേസമയം നയാ ബസാർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു റോഡാണ്. സോ നമ്മുടെ ഫ്രണ്ട്സ്, അവിടെയുള്ള ലോക്കൽ ഫ്രണ്ട്സ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പൊഖ്ര ബഗ്ലുങ് ഹൈവേയിലൂടെ തന്നെ സഞ്ചരിക്കുക. ഇനി ഇതിന് വേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യ ബസിനി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആകെ ഒരു ഡീവിയേഷൻ മാത്രമേ ഉള്ളൂ. ശ്രീവിദ്യ ബസിനി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ എത്തിച്ചേരുന്നത് താപ്പ സ്ട്രീറ്റിലേക്കായിരിക്കും. അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ സാരംഗോട്ട് സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. അവിടുന്ന് നമ്മൾ ആ പോയിന്റിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഏറ്റവും മുകളിലുള്ള വാച്ച് ടവറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടുതലും ട്രെക്കാണ്. നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് വരെ നമുക്ക് വണ്ടിയും കൊണ്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മളവിടെ എൻട്രി ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ട് വേണം ഈ പറയുന്ന ആ ഒരു പാനോരമിക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹിമാലയൻ പീക്സിൻ്റെ ഒരു പാനോരമിക് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് കയറണം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇവിടത്തേക്ക് എൻട്രി ചാർജസ് ഉണ്ടെന്നുള്ളത്. അപ്പം ഫോറിനർ ആയിട്ടുള്ള ഒരാൾ പേ ചെയ്യേണ്ടത് 50 നേപ്പാളി റുപ്പീസുമാണ്. ഒരു നേപ്പാളി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പേ ചെയ്യേണ്ടത് 20 നേപ്പാളി റുപ്പീസുമാണ്. അങ്ങനെ ടിക്കറ്റ്സ് എടുത്ത് നമ്മൾ ട്രെക്ക് ചെയ്ത് മേളിലേക്ക് ചെന്ന് കയറുമ്പോൾ, ഈ വാച്ച് ടവറിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നേപ്പാളിൻ്റെ ചെല്ലപ്പേര് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ദ ഹിമാലയാസ് എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, 6000 മീറ്റർ മുകളിലോട്ട് പൊക്കമുള്ള 1310 പീക്സാണ് നേപ്പാളിലുള്ളത്. അതിൽ 238 വേണ്ടി മൗണ്ടനിയറിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി വേൾഡ് ഓവർ ടൂറിസ്റ്റിനോ അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 8000 മീറ്ററിന് പൊക്കമുള്ള പീക്സ് എന്ന് പറഞ്ഞാൽ 14 ഉണ്ട്, ഇൻക്ലൂഡിങ് മൗണ്ട് എവറസ്റ്റ്. അതുകൊണ്ടാണ് നേപ്പാളിനെ ലാൻഡ് ഓഫ് ദ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത്. ഈ ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന മലനിരകളുടെ ഡീറ്റെയിൽസ് ആണ് പൊക്കം സഹിതം. അപ്പോൾ ശരിക്കും ഒരു ക്ലിയർ വെതർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മലനിരകൾ മൊത്തം, ഈ ബ്യൂട്ടിഫുൾ പീക്സ് മൊത്തവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൽ എടുത്തു പറയേണ്ടത് ധൗൽഗരി പീക്കാണ്. 8167 മീറ്ററാണ് ഇതിൻ്റെ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ്. അതുപോലെ പെർഫെക്റ്റ് പിരമിഡ് എന്ന് പറയുന്ന മാച്ചുപുച്ചാരെ, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6997 മീറ്ററാണ്. അത് കഴിഞ്ഞാൽ ഒരു ടെൻറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു പീക്കാണ് അന്നപൂർണ 2 എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഹൈറ്റ് ആകട്ടെ 7937 മീറ്റർ ഫ്രം സീ ലെവലാണ്. ഇനിയും ലംജുങ് എന്ന് പറയുന്ന മറ്റൊരു പീക്കുണ്ട്. അതിൻ്റെ ഹൈറ്റ് ആവട്ടെ 6983 മീറ്ററാണ് സീ ലെവലിൽ നിന്നും അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പം ഇതുപോലുള്ള മെയിൻ പീക്സാണ് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് ആണ്.
അധികം സമയം കളയാതെ ഞങ്ങൾ അവിടുന്ന് യാത്രയായി. കാരണം ഞങ്ങൾക്ക് എത്തേണ്ടത് ജോംസമാണ്. പക്ഷേ ജോംസം എത്താൻ പറ്റത്തില്ല എന്നുള്ളത് ഏകദേശം ഒരു ധാരണയായി. അപ്പം തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ജോംസമിന് മുമ്പ് ചെറിയ 1-2 വില്ലേജസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് എവിടെ എത്താൻ പറ്റുമോ അവിടെ എത്തി സ്റ്റേ ചെയ്തിട്ട് നാളെ ഫർദർ നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സാരംകോട്ടിൽ ഈ പീക്സ് മാത്രമേ ഉള്ളൂ കാണാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നിങ്ങൾക്ക് സ്കൈ ഡൈവ് ചെയ്യാം, നിങ്ങൾക്ക് പാരഷൂട്ട് ഗ്ലൈഡിങ് ചെയ്യാം, നിങ്ങൾക്ക് സിപ്പ് ലൈൻ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം, നിങ്ങൾക്ക് ബഞ്ചി ജമ്പിങ് ചെയ്യാം, നിങ്ങൾക്ക് വൈറ്റ് റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പോരാത്തതിന് ഇവിടെ ഒരു ഏൻഷ്യൻ്റ് വില്ലേജായ കാസിക്കോട്ട് ട്രെക്ക് ഉണ്ട്. ഈ ട്രെക്ക് എന്ന് പറയുന്നത് 1788 മീറ്ററാണ് സീ ലെവലിൽ നിന്നും ഈ പറയുന്ന പെർട്ടിക്കുലർ പ്ലേസിലേക്കുള്ള ഹൈറ്റ്. ഒരു ഏകദേശം സാരംകോട്ടിൽ നിന്ന് 1 മണിക്കൂർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്നതാണ് ഈ കാസിക്കോട്ട് വില്ലേജിൽ. അവിടെ ബസ് വേണമെന്നുണ്ടെങ്കിൽ ബസ് സർവീസസ് ഉണ്ട്. അത് ലിമിറ്റഡ് സർവീസസ് ആണുള്ളത്. ഇനി അതല്ല നമുക്ക് ട്രെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ 1 മണിക്കൂർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ ഡിഫറെൻറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് പലരും പല രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. എന്നാലും ഒരു ആവറേജ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാഗ്ലൈഡിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം 6000 നേപ്പാളി റുപ്പീസാണ്. ഇതിനകത്ത് നിങ്ങളുടെ വീഡിയോ ആൻഡ് ഫോട്ടോസ് അവർ കവർ ചെയ്തിട്ട് CD-ലാക്കി തരും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. സിപ്പ് ലൈൻ ഏകദേശം 7500 നേപ്പാളി റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ബഞ്ചി ജമ്പിങ് 4500 അപ്രോക്സ് നേപ്പാളി റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ബഞ്ചി ജമ്പിങ് ഞാൻ പറഞ്ഞിട്ട് ദ ലാസ്റ്റ് റിസോർട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും സ്പെഷ്യലി ബഞ്ചി ജമ്പിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദ ലാസ്റ്റ് റിസോർട്ട് എന്ന കമ്പനി നടത്തുന്ന ബഞ്ചി ജമ്പിങ് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാലിഗന്താക്കി എന്ന റിവറിലാണ് ഈ ആക്ടിവിറ്റി നടത്തുന്നത്. അപ്പോൾ ഈ യൂണിഫിക്കേഷൻ നേപ്പാൾ എന്നുള്ളൊരു രാജ്യം ഒന്നിച്ച് ആവുന്നതിന് തൊട്ട് മുന്നേ ഇത് 24 ചെറിയ രാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ വെസ്റ്റ് നേപ്പാളിൻ്റെ ഭാഗമായിരുന്നു ഈ കസ്കി വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാ ഡൈനസ്റ്റി ആയിരുന്നു ഈ കസ്കി രാജ്യം നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ചെറിയ അമ്പലം പണിയുകയുണ്ടായി. അതിനൊപ്പം രാജാവിന് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോട്ടയം പണി കഴിപ്പിച്ചു. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ തീരെ ശോചനീയമാണ്. നോർമൽ ടൂറിസ്റ്റിന് ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന വളരെ ചെറിയ ഒരു വില്ലേജ് അല്ലെന്നുണ്ടൊരു ബ്യൂട്ടിഫുൾ ഹാംലെറ്റ് എന്ന് വേണേൽ നമുക്ക് പറയാവുന്ന സ്ഥലമാണ് കാസിക്കോട്ട് ട്രെക്ക്. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ അറ്റ്മോസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിനാഥ് ടെമ്പിൾ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡേയ്സ് പെർമിഷൻ ആയിരുന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളൊരു 2 ഡേയ്സ് പ്ലാനിങ് ചെയ്തു. 2 ഡേയ്സ് നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്. ഇൻ കേസ് നമുക്ക് പോയിട്ട് വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഡേയ്സ് വേണ്ടി വരും. അപ്പോൾ 4 ദിവസത്തെ പെർമിറ്റാണ് നമ്മൾ പൊഖറയിൽ നിന്ന് എടുത്തിരുന്നത്. അങ്ങനെ സാരംകോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മുക്തിനാഥ് അല്ലെന്നുണ്ടെങ്കിൽ ജോംസമിലേക്കുള്ള വഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സാരംകോട്ടിൽ നിന്ന് ബേനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 85 കിലോമീറ്റർ 3 അവേഴ്സാണ് റണ്ണിങ് ടൈം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം ചിലയിടത്ത് റോഡില്ല. അപ്പം ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴക്കാലമായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ സ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റം കിട്ടത്തില്ല. പലയിടത്തും ചെളി ധാരാളമായിട്ട് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് വഴിയിൽ കുറേ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബേനി എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. ധൗൽഗിരി സോണിൽ പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ബേനി എന്ന് പറയുന്ന സ്ഥലം. കാലിഗന്താക്കി റിവറിൻ്റെയും മ്യഗാദി റിവറിൻ്റെയും ഒരു സംഗമ സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ ഈ ബേനിയെ നമുക്ക് വിശേഷിപ്പിക്കാം. 899 മീറ്ററാണ് സീ ലെവലിൽ നിന്നും ഇതിൻ്റെ ഉയരം. നമ്മളിപ്പോൾ കണ്ടൊരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേനി മാർക്കറ്റിൻ്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. നേപ്പാളി ഭാഷയിൽ ബേനി എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികളുടെ സംഗമ സ്ഥലം. അത് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. കാലിഗന്താക്കി റിവറും മ്യഗാദി റിവറും കൂടെ ഒത്തുചേരുന്ന സ്ഥലത്തിനെയാണ് ബേനി എന്നിവർ വിളിച്ചത്. അപ്പം പണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ് നേപ്പാൾ ട്രേഡിങ് റൂട്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ സിൽക്ക് റൂട്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ടായിരുന്നു. ടിബറ്റ് നേപ്പാളിനെ കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടായിരുന്നു ഈ ബേനി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബേനി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മുസ്താങ് വാലിയിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ എന്നാണ് അറിയപ്പെടുന്ന ഈ ബേനിയം. ഇനി പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനു മുന്നേ മുക്തിനാഥിൽ പോയി പരിചയമില്ലായിരുന്നു. പലരോട് ഞങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചു. ഗൂഗിൾ മാപ്സിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് റണ്ണിങ് അവേഴ്സ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് പോയി വരാനുള്ള പ്ലാൻ ആയിരുന്നു ഞങ്ങളിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊഖറയിൽ നിന്ന് തുടങ്ങിയിട്ട് സാരംകോട്ട് വഴി നമ്മളതും കണ്ടതിന് ശേഷം നമ്മൾ ജോംസമിലെത്തുക, ജോംസമിൽ നിന്ന് അടുത്ത ദിവസം മുക്തിനാഥിലെത്തിയിട്ട് മുക്തിനാഥിൽ നിന്ന്
ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് വരാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ശരിക്കുള്ള റോഡ് കണ്ടീഷൻ വെച്ച് നമ്മൾ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതത്ര ഒരു ഈസി റൈഡിങ് ട്രാക്ക് അല്ല എന്നുള്ളത്. ധാരാളം ഓഫ് റോഡ്സും നല്ല സ്ലഷി റോഡ്സും നിറഞ്ഞിടക്കുന്ന ഒരു ട്രാക്കാണ്. ആരെങ്കിലും ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 days എങ്കിലും കയ്യിൽ പിടിക്കുക. അങ്ങനെ ഞങ്ങൾ ബെനിലുള്ള ഈ റെസ്റ്റോറൻറ്റിലെത്തി. ബെനിലുള്ള ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തുടക്കമായി. അപ്പോൾ മച്ചീസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.